കേരളം കണ്ടതാണ് ആര് തമ്മിലായിരുന്നു അന്തർധാരയെന്നും ഒറ്റ രാത്രി കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചതൊക്കെ കേരളം കണ്ടതാണ്. അതെ അതെ, കേരളത്തിലെ ജനങ്ങളെല്ലാം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്നു, കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു ആശങ്കയാണ് ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കാൻ ദേശാഭിമാനിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ വിജയം അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്നത് തന്നെയാണ്. നമുക്ക് ഇനി എന്തൊക്കെ ഇപ്പൊ ദേശാഭിമാനി എത്ര എഡിറ്റോറിയൽ കൊടുത്താലും അത് തകർക്കാൻ കഴിയില്ലല്ലോ. ഒരു ബോധ്യം വന്നു, ശബരിമല സ്വർണ്ണ കവർച്ച ദോഷം ചെയ്തു, അറസ്റ്റിലായവർക്കെതിരെ നടപടി എടുക്കാത്തത് വിനയ് എത്ര അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും പറഞ്ഞതായിരുന്നു. നടപടി കുറ്റം തെളിയിക്കപ്പെടട്ടെ, എന്നിട്ട് അവർക്കെതിരെ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ആ ബോധ്യം വന്നു, അറസ്റ്റിലായവർക്കെതിരെ നടപടി എടുക്കാത്തത് CPM-ന് ഇപ്പോഴെങ്കിലും ആ തിരിച്ചറിവ് നന്നായി. ഇടതുപക്ഷ മേയർ അവിടെ ഇരുന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടി, അതിനെ നിയന്ത്രിക്കാൻ ഈ പാർട്ടിക്കോ ഈ സർക്കാരിനോ ഒന്നും കഴിഞ്ഞില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ BJP-ക്കാർ തന്നെ ആര്യ രാജേന്ദ്രൻ ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. CPM-നെ പറ്റി എന്താ പറയുന്നത്? പാർട്ടി തീരുമാനങ്ങളെ കേഡർ പാർട്ടി പഞ്ചപുച്ഛമടക്കി അനുസരിക്കുന്നവരാണ് പാർട്ടി പ്രവർത്തകർ എന്ന ആ ഒരു ഇതിനേറ്റ ഒരു അടിയാണിത്. സൗപ്രണിക, ഇന്ന് നമുക്ക് ദേശാഭിമാനിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ തെരഞ്ഞെടുപ്പിനെ ദേശാഭിമാനി ഇനി എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കുക എന്ന് നമ്മളൊന്ന് നോക്കണമല്ലോ. കാരണം എന്തെല്ലാം ഈ വളച്ചൊടിച്ച വാർത്തകളാണ് ഇവർ ഇനി ജനങ്ങൾക്കിടയിലേക്കല്ല, അവരുടെ കോംറേഡ്സിനിടയിലേക്ക് വിതരണം ചെയ്യാൻ നോക്കും. താമരയ്ക്ക് കൈ കൊടുത്ത് കോൺഗ്രസ് എന്നാണ്. LDF-ന് വലിയ രീതിയിലുള്ള വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായി, ഒരുപാട് നഷ്ടമാണ് LDF-ന് ഉണ്ടായത്. UDF-നും BJP-ക്കും നേട്ടമാണ് ഉണ്ടായത്. എന്നിട്ടും പറയുന്നു താമരയും കൈപ്പത്തിയും കൈ കൊടുത്തു എന്ന്. അല്ല ചേച്ചി, കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും UDF-ന് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാകില്ലല്ലോ. അതെ, എന്നിട്ട് എന്തർത്ഥത്തിലാണ് ഇവരിത് പറയുന്നതെന്ന് അറിയില്ല. സ്വന്തം പാർട്ടിയിലെ വോട്ട് എവിടേക്ക് പോയി എന്ന് അന്വേഷിക്കുന്നതിന് പകരം താമരയ്ക്ക് കൈ കൊടുത്ത് കോൺഗ്രസ് എന്ന് വെറുതെ ഇതിലിപ്പോ ഇത് വരും. ഇനി കുറേ ഓൺലൈൻ ഹാൻഡിലുകളുണ്ടല്ലോ, ഓൺലൈനുകളിൽ ഇതങ്ങോട്ട് അവരങ്ങ് പ്രചരിപ്പിക്കും. കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കും. അപ്പൊ ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ക്യാപ്സൂൾ വിതരണക്കാർ റെഡിയായി നിൽപ്പുണ്ട്, എന്ത് പൊട്ടത്തരവും ഇങ്ങനെ വിതരണം ചെയ്യാനായിട്ട്. ഇത് കേട്ടാൽ തന്നെ സാമാന്യ ബുദ്ധിയിൽ, സ്വന്തം ബുദ്ധിയിലൊന്ന് ആലോചിക്കുക, ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ അത് ശരിയാവും എന്ന കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. LDF-ന്റെ വോട്ടുകൾ എങ്ങോട്ട് പോയി, അപ്പൊ ഈ വോട്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്ന് മാത്രമേ ആലോചിക്കേണ്ടിയുള്ളൂ. LDF-ന് ഉണ്ടായിരുന്ന വോട്ടുകൾ BJP-യിലേക്കും കോൺഗ്രസിലേക്കും UDF-ന്റെ മറ്റു പാർട്ടികളിലേക്കും പോവുകയാണ് ചെയ്തത്. അല്ല ചേച്ചി, ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കേരളം കണ്ടതാണ് ആര് തമ്മിലായിരുന്നു അന്തർധാരയെന്നും ഒറ്റ രാത്രി കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചതൊക്കെ കേരളം കണ്ടതാണ്. അതെ അതെ അതെ, കുറച്ച് ആ ഒരു സംഭവം മാത്രമല്ല, വളരെ ദീർഘകാലമായി ഈ ഒരു ധാരണയെക്കുറിച്ച്. പക്ഷേ കോൺഗ്രസിനെ ഇനി ഇല്ലാതാക്കാൻ ഇപ്പൊ ഇവർക്ക് മനസ്സിലായി എന്നാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതുപോലെയാണ് എങ്കിൽ മുന്നേറി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഇവർ ഇത്രയും നാളും വീമ്പ് പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല. എളുപ്പത്തിൽ നല്ല സാധ്യമാകാനേ ഒരു വഴിയുമില്ല എന്നുള്ള കാര്യത്തിന് പൂർണ്ണമായ ബോധ്യത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്നു, കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു ആശങ്കയാണ് ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കാൻ ദേശാഭിമാനിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇത് ദേശാഭിമാനി മാത്രമല്ല, ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും അതല്ലേ. അതെ, എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? ചരിത്രം അവസാനിക്കുന്നില്ല, അപ്പൊ ഇനി തിരിച്ചു വരവുണ്ടാവും. ഇത് കണ്ട് ആവേശപ്പെടാൻ ദേശാഭിമാനി വായിക്കുന്ന കുറെ CPM സഖാക്കന്മാർ. അല്ലെ ചേച്ചി, ഇപ്പൊ എല്ലാ വീട്ടിലും ദേശാഭിമാനി ഫ്രീ ആയിട്ട് എത്തിക്കുന്നല്ലോ ഇവര് ഭരണത്തിൽ. പക്ഷെ എല്ലാവരും വായിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനി ഓൺലൈനിലൂടെയും മറ്റും ഇവർ പ്രചരിപ്പിക്കും. അപ്പോഴാണ് എന്താണ് സാധാരണ ജനങ്ങൾ കാണുമ്പോൾ എന്താണ് കോൺഗ്രസ് BJP-യുമായി കൈകോർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, അപ്പൊ ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ വീണ്ടും കോൺഗ്രസിനെ വോട്ട് ചെയ്തു തുടങ്ങിയോ, കോൺഗ്രസിനെ അംഗീകരിച്ചു തുടങ്ങി. കോൺഗ്രസിലെ ആ ഐക്യം, നേതാക്കന്മാർ തമ്മിലായാലും അണികൾ തമ്മിലായാലും ഉള്ള ആ ഒരു ഐക്യം, ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നേതാക്കന്മാർ എടുത്ത ചില നിലപാടുകൾ, അതിനെല്ലാം ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. അപ്പൊ അത് എങ്ങനെയും ഇല്ലാതാക്കുക. എന്തെന്ന് പറഞ്ഞാലും ശരി, കോൺഗ്രസ് BJP-യുമായി ഒരു സഖ്യത്തിലാവുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിധമുള്ള കോൺഗ്രസ്സുകാർ മൂക്കത്ത് വിരൽ വീഴും, നമ്മൾ ഇതിനാണോ ഇവർക്ക് വോട്ട് കൊടുത്തത്? ആ ഒരു സാധനം വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പടച്ചുവിട്ടൊരു വാർത്തയാണ് ഇതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ CPM വിലയിരുത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത വാർത്ത. മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ എന്തായിരുന്നു? രാഷ്ട്രീയത്തിൽ കയ്യൂക്കരുത്. നമുക്കറിയാം, പരാജയപ്പെട്ടതിന് ശേഷം ഒരുപാട് അക്രമ സംഭവങ്ങൾ CPM അഴിച്ചുവിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ DYFI SFI നേതാക്കൾ അല്ലെങ്കിൽ കുട്ടി സഖാക്കൾ കാട്ടിക്കൂട്ടിയതൊക്കെ കേരളം കണ്ടതാണ്. അപ്പൊ അതിനെതിരെയാണ് ഒരു എഡിറ്റോറിയലാണ് മാതൃഭൂമിയിലുള്ളത്. അതെന്തായാലും നന്നായി, അത് ജനങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മനോരമയിൽ പറയുന്നുണ്ട്, തിരിച്ചടിയുണ്ട്, വോട്ട് ചോർച്ചയിൽ CPMന്റെ വിലയിരുത്തലാണ്. തിരിച്ചടിയുണ്ട്, എതിർത്തരംഗമില്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് ഇവിടെ എല്ലാവരും പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ കേരളം നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം വരുന്നത്? ഇനി മാതൃഭൂമിയിൽ പറയുന്നത് ഇത് സെമി ഫൈനൽ, ഫൈനലിൽ ഇതിലും വലിയ വിജയം പറയുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണ്. ഇവിടെ CPMന്റെ വിലയിരുത്തലിൽ സ്ഥാനാർത്ഥി നിർണയം പലയിടത്തും പാളി, തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷനുകളിലെ തിരിച്ചടിക്ക് ഇത് പ്രധാന കാരണം. സ്ഥാനാർത്ഥി നിർണയം പലയിടത്തും പാളി എന്ന് പറയുന്നതിന് അവരുടെ ഒരു ഏറ്റുപറച്ചിലാണ്. അത് ആ പാർട്ടിക്കുള്ളിലെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാലുവാരലും എല്ലാം ഇതിൽ നിഴലിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇനി എങ്ങനെ നോക്കി കാണുന്നു എന്നാണ്. അതിനുള്ള മറുപടി, ഈ 2 തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടു തന്നെയാണ് നേരത്തെ പ്രവർത്തനം ആരംഭിച്ചത്. ഇത് സെമി ഫൈനലായിരുന്നു, ഇതിലും വലിയ വിജയമായിരിക്കും ഫൈനലിൽ നേടുക. ആത്മവിശ്വാസമാണ്. കാരണം എന്താണ്, കോൺഗ്രസ് അല്ല UDF കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. UDF സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ വിജയം അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്നത് തന്നെയാണ്. നമുക്ക് ഇനി എന്തൊക്കെ ഇപ്പൊ ദേശാഭിമാനി എത്ര എഡിറ്റോറിയൽ കൊടുത്താലും അത് തകർക്കാൻ കഴിയില്ലല്ലോ. അതെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കിടയിലെ കിടമത്സരം പലയിടത്തും വിനയായി കാലുവാരൽ നടന്നു. CPMനെ പറ്റി എന്താ പറയുന്നത്? പാർട്ടി തീരുമാനങ്ങളെ കേഡർ പാർട്ടി പഞ്ചപുച്ഛമടക്കി അനുസരിക്കുന്നവരാണ് പാർട്ടി പ്രവർത്തകർ എന്ന ആ ഒരു ഇതിനേറ്റ ഒരു അടിയാണിത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അവിടെ കിടമത്സരം പലയിടത്തും നടന്നു. കാലുവാരൽ, ഇവര് പൊതുവെ കോൺഗ്രസിനെയാണ് കാലുവാരൽ സീറ്റിന് വേണ്ടി മത്സരിക്കുന്നത്, സീറ്റിന് വേണ്ടി കാലുവാരൽ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ചിരുന്നത് കോൺഗ്രസിനെയാണ്. പക്ഷെ ഇപ്പൊ അത് മാറി ആ ഒരു നിലയിലേക്ക് CPM തരം താണിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതിന്റെ അകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം എന്തെന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ അകത്ത് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം എല്ലായിടത്തുമുണ്ട്, അത് സംസ്ഥാന സർക്കാരിന് മാത്രമേ മനസ്സിലാകാതെയുള്ളൂ. അതെ, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന താഴെ തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ സത്യാവസ്ഥ സംശയാസ്പദം എന്നാണ്. അതായത് താഴെ തട്ടിലുള്ളവർ പറഞ്ഞു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്ന്. അത് മേൽത്തട്ടിലുള്ളവർ വിശ്വസിച്ചു. ഇത്രയ്ക്ക് മണ്ടന്മാരാണോ മേൽത്തട്ടിലുള്ളവര്? ഇവരൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ? ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ CPMനും പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിനെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, മുൻപും BJPക്ക് അവിടെ ശക്തി ഉണ്ടായിരുന്നു, അവിടെ CPMന്റെ സീറ്റ് കുറഞ്ഞു, UDFന് സീറ്റ് കൂടുകയും ചെയ്തു. അതെ, അപ്പൊ പോയത് ആർക്കാ? CPMന് LDFന് തന്നെയാണ് പോയത്. പിന്നെ ഒരു ബോധ്യം വന്നു, ശബരിമല സ്വർണ്ണ കവർച്ച ദോഷം ചെയ്തു, അറസ്റ്റിലായവർക്കെതിരെ നടപടി എടുക്കാത്തത് വിനയായി. എത്ര അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും പറഞ്ഞതായിരുന്നു. നടപടി, കുറ്റം തെളിയിക്കപ്പെടട്ടെ, എന്നിട്ട് അവർക്കെതിരെ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ആ ബോധ്യം വന്നു, അറസ്റ്റിലായവർക്കെതിരെ നടപടി എടുക്കാത്തത് CPMന് ഇപ്പോഴെങ്കിലും ആ തിരിച്ചറിവ് നന്നായി. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അകന്നുപോയ ജനവിഭാഗങ്ങളെ അടുപ്പിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കുമല്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പൊ LDF വലിയൊരു പരാജയം നേരിട്ടു, അപ്പൊ എങ്ങനെയും അകന്നുപോയ ജനങ്ങളെ ഒപ്പം നിർത്തണം. അപ്പൊ അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ മുറിവ് വലുതാണ്, ആ മുറിവ് ഉണങ്ങില്ല. ഒരു സമുദായവും സമൂഹത്തിലെ ഒരു ജനവിഭാഗവും അവരെ വിശ്വസിക്കുന്നില്ല. അത് ഒരു പരിധിവരെ സത്യമാണ്. അത് സത്യമാണ്. ഇവിടെ BDJS വഴി NDAയിലേക്ക് പോയ SNDP വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോ മുഖ്യമന്ത്രി സ്വന്തം കാറില് വെള്ളാപ്പള്ളി നടേശനെയും കയറ്റി കറങ്ങിയതെല്ലാം വെറുതെയായി എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. BDJS വഴി NDAയിലേക്ക് പോയ വോട്ടുകൾ ഒന്നും തന്നെ തിരിച്ചു പിടിക്കാൻ, അപ്പോൾ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയത് എന്നുള്ളതിന്റെ അവർ തന്നെ തുറന്നു സമ്മതിക്കുകയാണ്. അങ്ങനെ പോയ വോട്ടുകൾ ഒന്നും തിരിച്ചു പിടിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുന്നു. പിന്നെ തുടർഭരണം ഉണ്ടാക്കിയ ജീർണതയും പുഴുക്കുത്തും ജനങ്ങളിൽ സൃഷ്ടിച്ച എതിർപ്പ് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. ഇതെല്ലാവരും സമ്മതിക്കുകയാണ്. മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നോ? അല്ല, നേരത്തെ പറഞ്ഞിരുന്നത് ഇവിടെ നമ്പർ 1 കേരളമാണ്, ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പൂർണ്ണമായി ബോധ്യം വന്നു, ഈ തുടർ ഭരണത്തിലും ഉണ്ടായ ജീർണതയും എല്ലാം മുൻകൂട്ടി കാണാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഇത് നേരത്തെ കാണേണ്ടതായിരുന്നു. ഭരിച്ചു മറിക്കുമ്പോൾ അവർ ചിന്തിക്കണമായിരുന്നു ഇതിന് തിരിച്ചടി വരും, ജനങ്ങൾ വെറും, പണ്ട് പറയും പൊതുജനം കഴുതയെന്ന്, പക്ഷെ
പൊതുജനം കഴുതയല്ല എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയാം. ചേച്ചി, നമുക്കറിയാം അതിജീവതയുടെ വാർത്തയാണ് ഇപ്പൊ കുറച്ചധിക ദിവസമായി. തെരഞ്ഞെടുപ്പും പിന്നീട് വന്ന ഫലപ്രഖ്യാപനവും ഒക്കെ ചെറിയ തോതിലൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വാർത്തയെ പല സ്ഥലത്തും പലപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടാതെ പോയെങ്കിൽ വീണ്ടും ആ വാർത്ത വളരെ ചർച്ചയാകുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ അതിജീവത തന്റെ ഉള്ളിലുള്ള കാര്യം പങ്കുവച്ച ദിവസമാണ്. അപ്പൊ മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് നീതി ബാക്കി, കോടതി വിധിക്കു ശേഷം ആദ്യ പ്രതികരണവുമായി നടി. വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. എന്നിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. 8 വർഷം 9 മാസം 23 ദിവസം ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനത്തിന്റെ വെളിച്ചത്തിൽ ഒരു നേരിയ കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിജീവത അങ്ങനെ ഒരു വലിയ പോസ്റ്റ് ഇടുന്നു. ചേച്ചി, അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു 2 കാര്യം. ഒന്നെന്ന് പറയുന്നത് അതിജീവത പ്രതികരിച്ചു. എന്താണ്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു വിധിയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത്. അത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിജീവത എന്ന് പറയുന്നതിനപ്പുറം ആ പോസ്റ്റിനടിയിൽ തൻ്റെ പേര് വെച്ച് എല്ലാവർക്കും അറിയാമത് ആരാണെന്നുള്ളത്. പക്ഷേ അതിജീവത തന്നെ തൻ്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് വലിയൊരു സൂചനയാണ്. പിന്നീട് മഞ്ജു വാര്യരും ആസൂത്രകർ പകൽ വെളിച്ചത്തിൽ ഭയപ്പെടുത്തുന്നു. മഞ്ജു വാര്യർ ഇപ്പോഴും അവർ പുറത്തു തന്നെയാണ്. ദേശാഭിമാനിയിൽ പറയുന്നുണ്ട്, നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരല്ല എന്ന തിരിച്ചറിവിന് നന്ദി, പ്രതികരിച്ച് അതിജീവിത. അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതിലും ഇപ്പോൾ 8 വർഷം 9 മാസം. മനോരമ പറയുന്നത് 23 ദിവസങ്ങൾ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ അതിജീവിതയുടെ ആദ്യ പ്രതികരണം ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തു വന്നു. അതിജീവിതയെന്ന് ഉപയോഗിക്കാതെ സ്വന്തം പേരിൽ തന്നെയാണ് പ്രതികരണം പുറത്തു വന്നത്. അതിന്റെ പൂർണ്ണരൂപം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ് വൈസ് ചാൻസലർ നിയമനം. സുപ്രീം കോടതിയെ വിമർശിച്ച് ഗവർണർ. സുപ്രീം കോടതിയെ വിമർശിച്ചു. മുഖ്യമന്ത്രി ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. VC നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. മറ്റുള്ളവരുടെ ചുമതലകൾ കോടതി ഏറ്റെടുക്കുന്നത് ശരിയല്ല എന്ന് ഗവർണർ പറഞ്ഞു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ കൊടുക്കുമെന്ന് ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. 63 ലക്ഷത്തിലേറെ പേർക്ക് 2000 രൂപ വീതം ലഭിക്കും. ഇതിനായി 1055 കോടി രൂപ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് ഈ ഫ്രണ്ട് പേജിൽ ദേശാഭിമാനി പറഞ്ഞിട്ടുള്ളത് BJPക്ക് വഴിപെട്ടിയത് കോൺഗ്രസ് ആണെന്ന്. അതെ, കോൺഗ്രസ് ആയിരുന്നല്ലോ. അത് ഫ്രണ്ട് പേജിൽ മാത്രമല്ല, എല്ലാ പേജിലും അതാണല്ലോ. BJPക്ക് വഴിപെട്ടിയത് കോൺഗ്രസ് ആയിരുന്നല്ലോ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അവര് മാറിയിട്ട് BJPയെ പിടിച്ചിരുത്തി എന്ന് വേണം. അത് പറയുമ്പോൾ മേയർ, ഇടതുപക്ഷ മേയർ അവിടെ ഇരുന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടി അതിനെ നിയന്ത്രിക്കാൻ ഈ പാർട്ടിക്കോ ഈ സർക്കാരിനോ ഒന്നും കഴിഞ്ഞില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ BJPക്കാർ തന്നെ ആര്യ രാജേന്ദ്രൻ ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ CPMന്റെ മേയർ ആര്യ രാജേന്ദ്രന്റെ ചെയ്തികളാണ് തിരുവനന്തപുരം കാവി പുതപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ടും പഴി കോൺഗ്രസിന്. അല്ല ചേച്ചി, അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ടല്ലോ. വടകര തെരഞ്ഞെടുപ്പ് ജയിച്ച ഒരു സമയത്ത് ഷാഫി പറമ്പിൽ ജയിച്ചപ്പോ എന്താണ് പറഞ്ഞിരുന്നത്? ഇതൊരു ഡീലാണ്. വടകര ഷാഫിയെ BJP ജയിപ്പിക്കും, പാലക്കാട് ബൈ ഇലക്ഷനിൽ BJP ജയിക്കും. അവിടെയും കോൺഗ്രസ് ആണ് ജയിച്ചത്. അതെ, അന്നും ദേശാഭിമാനി പറഞ്ഞിരുന്നത് ഡീൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ എന്താ ഡീലില്ലേ? പിന്നീട് മാതൃഭൂമിയിൽ ഒരു ഫോട്ടോ ഉള്ളതെന്ന് വെച്ചാല് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, KC വേണുഗോപാൽ എല്ലാവരും ഉള്ളതാണ്. വോട്ടുകൾ ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഷ്ട്രപതിക്ക് നൽകാൻ 5 കോടി പേർ ഒപ്പിട്ട നിവേദനവുമായിട്ടുള്ള ഒരു ഫോട്ടോ മനോരമയിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഇവര് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അവര് ഇന്ത്യ മുന്നണിയിലാണെങ്കിലും പലപ്പോഴും അവരത് മറന്നു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ദേശാഭിമാനി അറിഞ്ഞിട്ടില്ല. പിന്നെ മാതൃഭൂമിയിൽ കൊടുത്തിട്ടുള്ള ഒരു വാർത്ത, നിതിൻ നബീൻ BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ്. അത് ഫ്രണ്ട് പേജിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് മനോരമയും കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ദേശാഭിമാനിക്ക് അതൊന്നും വാർത്തയല്ല.